പശ്ചിമ ബംഗാളിൽ വോട്ടെണ്ണലിന് മുൻപേ തന്നെ പതിവ് രാഷ്ട്രീയ കലാപരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. മെയ് 4-നാണ് വോട്ടെണ്ണൽ. എന്നാൽ ഇതിനോടകം തന്നെ പലയിടത്തും സംഘർഷാവസ്ഥ രൂക്ഷമാണ്. സൗത്ത് 24 പർഗനാസിലെ ഫാൽട്ടയിലെ വ്യാപക പ്രതിഷേധവും രാഷ്ട്രീയ ഭീഷണികളുമാണ് ഇപ്പോൾ ബംഗാളിൽ അരങ്ങേറുന്ന കാഴ്ച. ഫാൽട്ടയിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഭീഷണി ആരോപിച്ച് നാട്ടുകാർ തന്നെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. വീടുകൾ കത്തിക്കുമെന്നും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുമെന്നും തൃണമൂൽ നേതാവ് ഇസ്രാഫിൽ ചൌക്കിദാർ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് സ്ത്രീകളടക്കമുള്ളവർ ആരോപിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, തൃണമൂലിന് വോട്ട് ചെയ്തവരും ഈ ഭീഷണി, അതായത് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഈ ഭീഷണി നേരിടുന്നവരിൽ ഉൾപ്പെടുന്നു എന്നതാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റാനും സുരക്ഷ ഉറപ്പാക്കാനും പ്രദേശത്ത് CRPF-ഉം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഉൾപ്പെടെയുള്ള കേന്ദ്രസേനയെ വൻതോതിൽ വിന്യസിച്ചും കഴിഞ്ഞു. സുരക്ഷയ്ക്കായി ആയുധ സജ്ജമായിട്ടുള്ള പ്രത്യേക CRPF വാഹനങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ട്. 2ാം ഘട്ട വോട്ടെടുപ്പിലെ ക്രമക്കേടുകളെ തുടർന്ന് ഡയമണ്ട് ഹാർബർ, മഗ്രാഹട്ട് പശ്ചിം മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് നടത്തിയിരുന്നു. ഇവിടെ വൈകുന്നേരം 5 മണി വരെ 72.43% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ റീപോളിംഗ് നടക്കുന്നതിനിടയിലാണ് ഫാൽട്ടയിൽ വൻ സംഘർഷവും ഭീഷണിയും ഉടലെടുത്തത്. തെരുവിലെ ഭീഷണി മാത്രമല്ല, EVM സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ബംഗാളിൽ കൊഴുക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റുകൾ അനധികൃതമായി കൈകാര്യം ചെയ്തെന്നാരോപിച്ച് ഖുദിറാം അനുശീലൻ കേന്ദ്രത്തിലെ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ തൃണമൂൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതേസമയം സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നു എന്നാരോപിച്ച് BJPയും രംഗത്ത് തന്നെയുണ്ട്. ഈ സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ വോട്ടെണ്ണൽ ദിനമായിട്ടുള്ള മെയ് 4-ന് മുൻപായിട്ട് ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷം തിളച്ചു മറിയുകയാണ് എന്ന് തന്നെ പറയാം. മമത അവർക്ക് അറിയാവുന്ന അവസാനത്തെ അടവുകളും എടുത്തു പയറ്റുകയാണ്. എന്ത് വില കൊടുത്തും സമാധാനം നിലനിർത്താൻ സുരക്ഷാ സേനകൾ അവിടെ കടുത്ത് പരിശ്രമിക്കുന്നുണ്ട്. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് സ്വന്തം വീട്ടിൽ സമാധാനമായി കിടന്നുറങ്ങാൻ കേന്ദ്രസേന കാവൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ബംഗാളിലെ കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരളം.